ഹായ് ഗൈസ്. സോ നമ്മളിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലൈൻ ഓഫ് കോഡ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൽ ഓക്കെ ഒരു വേരിയബിൾ എങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ വേരിയബിൾ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ എന്താ പറയുക, ഒരു വാല്യൂ എടുത്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. 0 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്തു വേരിയബിളിന്, പക്ഷെ നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മളിനി എന്താ വെച്ചാൽ നമ്മുടെ റിസൾട്ട് പാർട്ട്, സ്ക്രീനിലെ റിസൾട്ട് പാർട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രീൻ ഓപ്പൺ ചെയ്ത് ഇവിടെ റിസൾട്ട് 0 എന്നാണ് കിടക്കുന്നത് അല്ലേ കറൻ്റ്ലി. സോ നമുക്ക് ഈ 0 എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം ഇപ്പോൾ ഓക്കെ. സോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കറണ്ട് റിസൾട്ട് വാല്യൂ എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്തു എന്നുള്ളത്. എന്നിട്ട് ഈ വാല്യൂ ആയിരിക്കും നമ്മൾ കറൻ്റ്ലി റിസൾട്ടിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ശരിക്കും പറഞ്ഞാൽ യൂസർ ഇൻപുട്ട് ചെയ്തിട്ട് അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടൊക്കെ വേണം സെറ്റ് ചെയ്യാനായിട്ട്. സോ ആ പോർഷൻ ഞാൻ ലേറ്റർ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഞാൻ ഡെമ്മി വാല്യൂ യൂസ് ചെയ്യാൻ പോവാണ് കറൻ്റ്ലി. സോ ഞാൻ അടുത്ത ലൈനിൽ കറണ്ട് റിസൾട്ട് ഈക്വൽ ടു കറണ്ട് റിസൾട്ട് പ്ലസ് 10 ഞാൻ കൊടുത്തു. ഓക്കെ, ഇതൊരു ജസ്റ്റ് ഒന്ന് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ കുറച്ച് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ കറണ്ട് റിസൾട്ട് എന്നുള്ള വേരിയബിൾ തന്നെയാണ് ഞാനിവിടെ ലെഫ്റ്റും യൂസ് ചെയ്യുന്നത് റൈറ്റും യൂസ് ചെയ്യുന്നത്. അത് ചെക്ക് ചെയ്താൽ മനസ്സിലാവും നമുക്ക്. സോ എന്നിട്ട് കറണ്ട് വാല്യൂ ആഡ് ചെയ്തിട്ട് നമ്മൾ കറണ്ട് റിസൾട്ടിലേക്ക് കൊടുക്കുന്നു. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ കേസിൽ 10 ഒരു വാല്യൂ, ഞാൻ ഡെമ്മി വാല്യൂ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും, ഇവിടെ നമ്മൾ 2 ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു പ്ലസ്സും ഒരു ഈക്വൽ ടു. ഓക്കെ, സോ എന്താണ് ഓപ്പറേറ്റേഴ്സ് എന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് അറിയണം. ആക്ച്വലി എന്തൊക്കെ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് അറിയണം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് അത് ഗോ ത്രൂ ചെയ്യാം, എന്താണ് ഓപ്പറേറ്റേഴ്സ് എന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സിൻടാക്സ് ഫീച്ചറാണ് ജാവാസ്ക്രിപ്റ്റിൻ്റെ. അതൊരു വാല്യൂസിന് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ടിപ്പിക്കൽ മാത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സാണ് നമ്മളോട് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പ്ലസ് ഒരു അഡീഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലസ് യൂസ് ചെയ്യുന്നു. സബ്സ്ട്രാക്ഷനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൈനസ് യൂസ് ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആസ്ട്രിക് സൈൻ നമ്മൾ യൂസ് ചെയ്യുന്നു. എന്നിട്ട് ഡിവൈഡ് ചെയ്യണം, നമ്പേഴ്സിന് ഡിവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ഡിവൈഡ് ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നു. പിന്നെ നമുക്കുള്ളത് മോഡുലസ് ആണ്. മോഡുലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ 2/2 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 0 ആണ് വരിക. ഓക്കെ, സോ 3/2 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക, 1 ആണ് റിമൈൻഡർ വരിക. സോ ആ റിമൈൻഡർ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡുലസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് പേഴ്സണൽസിന് നമ്മൾ മോഡുലസ് എന്ന് പറയുക. പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സ്പൊണൻഷ്യൽ ഉണ്ട്, ലൈക്ക് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, സോ നമ്മുടെ കേസിൽ നമ്മൾ 2 ഓപ്പറേറ്ററെ യൂസ് ചെയ്തിരുന്നത്, പ്ലസ്സും ഈക്വൽ ടു. ഓക്കെ, സോ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ആ വേരിയബിളിനെ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈക്വൽ ടു യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ലെറ്റ് കീവേഡ് നമ്മൾ യൂസ് ചെയ്തിരുന്നു നമ്മുടെ കേസിൽ അസൈൻമെൻ്റ് ആണ്. ഈ 0 എന്നുള്ള വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട്, റിസൾട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈക്വൽ ടു യൂസ് ചെയ്തത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈക്വൽ ടു യൂസ് ചെയ്യുന്നത്, അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈക്വൽ ടു യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്ലസ് നമ്മൾ പറഞ്ഞു അത് 2 നമ്പറും കൂടിയും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, കമ്പൈൻ ചെയ്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലസ് യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ റിസൾട്ട് ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതിൻ്റെ റിസൾട്ട് എടുത്തിട്ടാണ് നമ്മൾ എന്താ പറയുക, ഈ കറണ്ട് റിസൾട്ടിക്ക് വാല്യൂ അസൈൻ ചെയ്യുക. ഓക്കെ, സോ കറണ്ട് റിസൾട്ട് വാല്യൂ അതെന്ന് വെച്ചാൽ അത് പുതിയ വാല്യൂ ആയിട്ട് ഓവർ റിട്ടേൺ ചെയ്യും. ഓക്കെ, റൈറ്റ് സെക്ഷനിൽ എന്ത് വാല്യൂ ആണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഓവർ റൈറ്റ് ചെയ്യും. സോ റൈറ്റ് ഹാൻഡ് സൈഡിൽ വാല്യൂ ഇതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക ഫസ്റ്റ്. സോ ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ അത് കറണ്ട് റിസൾട്ടിക്ക് അസൈൻ ചെയ്യും. സോ പഴയ വാല്യൂ പോയിട്ട് പുതിയ വാല്യൂ ആണ് കറണ്ട് റിസൾട്ടിലേക്ക് വരിക. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും പഴയ വാല്യൂ 0 ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ ഇവിടെ 0 കറണ്ട് റിസൾട്ട് എടുത്തിട്ട് ആ 0 പിന്നെ ആഡ് ചെയ്യും. ഇവിടെ നമ്മൾ കേസിൽ നമ്മൾ 10 ആണ്, 10 ആയിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയ ഇവിടെ എന്ത് കിട്ടി, 10 ആൻസർ കിട്ടും. ഓക്കെ, ഈ 10 ഉള്ള ആൻസറിനെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കറണ്ട് റിസൾട്ടിക്ക് അസൈൻ ചെയ്യാണ്. അപ്പോൾ ഇവിടെ 0 പോയിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0 പോയിട്ട് ഇവിടെ 10 ആയി മാറും. ഓക്കെ, സോ പഴയ വാല്യൂ പോയിട്ട് പുതിയ വാല്യൂ വരും. ഇനി നമുക്കെന്ന് വെച്ചാൽ നമുക്ക് ഈ ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ, ഇത് പ്രിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ vendor.js ഓപ്പൺ ചെയ്യാണ്.
എന്നിട്ട് ഈ ഫംഗ്ഷൻ ഉണ്ട് ഇതൊരു ഫംഗ്ഷനാണ്, ഫംഗ്ഷൻ ഔട്ട്പുട്ട് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട്. നിങ്ങളിപ്പോൾ കൺഫ്യൂഷൻ ആണെങ്കിൽ വേണ്ട, ലൈക്ക് ഞാൻ എന്താണെന്ന് ഫംഗ്ഷൻ എന്താണെന്നും ഇതെന്താണെന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ലേറ്റർ ഓൺ. ഇപ്പോൾ നിങ്ങൾ ചെയ്യാമെന്ന് വെച്ചാൽ ഈ ഔട്ട്പുട്ട് റിസൾട്ട് എടുത്തിട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കറണ്ട് റിസൾട്ട് കൊടുക്കുക, കോമ എംപ്റ്റി സ്ട്രിംഗ് കൊടുക്കുക. ഓക്കെ, സോ ഇതെന്താണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം, ലേറ്റർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. പക്ഷേ അതിന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ ഫംഗ്ഷൻ എന്താണ്, ആർഗ്യുമെൻറ്റ്സ് എന്താണെന്നൊക്കെ നമ്മൾ ഗോ ത്രൂ ചെയ്യേണ്ട ആവശ്യം വരും. ഓക്കെ, സോ അതുകൊണ്ട് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ഇത് ജസ്റ്റ് കൊടുത്തു മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, സേവ് ചെയ്യാം ഒന്ന്. ഓക്കെ, ഇനി സേവ് ചെയ്തിട്ട് നമുക്ക് റീലോഡ് ചെയ്ത് വെക്കാം നമ്മുടെ ആൻസർ എന്താ വരുന്നതെന്നുള്ളത്. നമ്മൾ കൊടുത്ത വാല്യൂ 10 കിട്ടി ഇവിടെ. ഓക്കെ, ഇത് റിസൾട്ടാണ്, ഇത് ജസ്റ്റ് റിസൾട്ടാണ് നമ്മുടെ കോഡിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് തന്നെ എന്നുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞു ലൈക്ക് ഇവിടെ നമ്മൾ ഹാർഡ് കോഡ് ചെയ്യുന്ന വാല്യൂ ഹാർഡ് കോഡ് ചെയ്യുന്നത് നമ്മൾ യൂസർ കാൽക്കുലേഷൻ ലൈക്ക് മാനിപ്പുലേഷൻ ഒന്നും ചെയ്യുന്നില്ല. ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട് വേറെ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട് ഡൈനാമിക്കായിട്ട് ചേഞ്ച് ചെയ്യുന്നില്ല, ജസ്റ്റ് മാനുവലായിട്ട് നമ്മൾ കൊടുത്തു, ഹാർഡ് കോഡ് ചെയ്ത് കൊടുത്തു എന്നുള്ളത്. സോ ഈ റിസൾട്ടാണ് എക്സിക്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഔട്ട്പുട്ട് ഫംഗ്ഷൻ കാണിക്കുന്നത്. സോ ഔട്ട്പുട്ട് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ലേറ്റർ എന്താണെന്നുള്ളത്. സോ ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് ആണ് ഈ ഒരു കറണ്ട് റിസൾട്ട്. ഇത് ആർഗ്യുമെൻ്റായിട്ട് ഇവിടെ പാസ് ചെയ്തിട്ട് നമ്മൾ HTML പേജിൽ കാണിക്കുന്നു റിസൾട്ട് എന്നുള്ളത്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമുക്കിവിടെ 10 ഔട്ട്പുട്ട് കിട്ടിയത്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടി, വേരിയബിൾസും ഓപ്പറേറ്റേഴ്സിൻ്റെയും ചെറിയൊരു ഐഡിയ കിട്ടി. ഇപ്പം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇത് വാല്യൂസൊക്കെ ചേഞ്ച് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ചേഞ്ച് ചെയ്ത് നോക്കുക. ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്ക് പ്ലസ് വേണ്ട, ഇൻറ്റു ലൈക്ക് ആസ്ട്രിക് 30 എന്ന് പറഞ്ഞാൽ 0 തന്നെ കിട്ടുള്ളൂ. സോ 0 × 30 വരുള്ളൂ. സോ ഞാനിവിടെ എന്താ പറയുക, പ്ലസ് കൊടുത്തിട്ട് 30 കൊടുത്തിട്ട് മൈനസ് ചുമ്മാ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ. എന്നിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ബ്രൗസറിൽ പോയി റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 20 കിട്ടി. സോ ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം വാല്യൂസ്. ഞാൻ ഡെമ്മിയായിട്ട് കൊടുത്തു എന്നുള്ളൂ. സോ ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ട് റിസൾട്ടിലേക്ക് കൊടുക്കും, ആ വാല്യൂ റിസൾട്ടിലേക്ക് കൊടുത്തിട്ട് റിസൾട്ടാണ് ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ലാസ്റ്റ് ലൈൻ എന്താ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ലേറ്റർ. ഞാൻ ക്ലാസ് നമ്മൾ ഫർദർ മൂവ് ആകുമ്പോൾ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്താ ചെയ്യുന്നതെന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. നിങ്ങളും വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാൻ ശ്രമിക്കാം. ആക്ച്വലി എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായും പറഞ്ഞുതരാം. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാനിവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. താങ്ക്സ് ലോട്ട്, ബൈ.